ഹലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സൂപ്പർ മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഞാൻ മാസങ്ങളായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അറിയാത്തവരിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ട്, ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ എന്ത് പർച്ചേസ് ചെയ്താലും ഒരുപക്ഷെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പോയിൻറ്റുകൾ, ചെറിയ ചെറിയ എമൗണ്ടുകൾ നമുക്ക് ക്യാഷ് ബാക്കായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്ക് റീചാർജുകൾ ചെയ്യാം, മറ്റുള്ളവർക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനെല്ലാം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ, അതായത് നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻ ചെയ്താലും ഓരോ ട്രാൻസാക്ഷനും നമുക്ക് എമൗണ്ട് ഇതേപോലെ ചെറിയ ചെറിയ എമൗണ്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ 10% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 337 എന്നുള്ളത്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്തെടുക്കാം. ഇവിടെ സ്വൈപ്പ് ടു റെഡീം എന്ന് കാണാൻ സാധിക്കും. അത് ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെത്രയാണോ വരുന്നത് ആ എമൗണ്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഓക്കെ, ഈ ക്യാഷ് ബാക്കുകളെല്ലാം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അപ്പം തന്നെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഇപ്പോൾ ഞാൻ ഈ ഗ്രീൻ കളറിൽ കാണുന്ന 10 റുപ്പീസ് 60 പൈസ ഇത് ഇതേപോലെ റെഡീം ചെയ്തെടുത്തൊരു എമൗണ്ടാണ്. നമുക്ക് വീക്കിലി അത് കിട്ടും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 11 രൂപ, 12 രൂപ. ഇപ്പോൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ എമൗണ്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റിഡീം ചെയ്തെടുക്കാം. 10 രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിഡീം ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ലിങ്ക് അയക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ മാറി ഇൻസ്റ്റാൾ ചെയ്യരുത്. ആ ലിങ്കിലൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്